2000 എടുത്ത മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, അതായത് ഈ 21ാം നൂറ്റാണ്ടിലെ വികസന ലക്ഷ്യം എന്ന് പറഞ്ഞ് യുണൈറ്റഡ് നേഷൻസ് അതിൻ്റെ എല്ലാ വിഭാഗത്തോടും ചേർന്ന് എടുത്ത ഒരു 17 ലക്ഷ്യങ്ങളുണ്ട്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന 17 ലക്ഷ്യങ്ങൾ. അതിലെ 2ാമത്തെ ലക്ഷ്യമാണ് ഭക്ഷ്യസുരക്ഷ. ഭക്ഷ്യസുരക്ഷ മാത്രമല്ല, പോഷക സമൃദ്ധമായ ആഹാരം, അതായത് പട്ടിണി ഇല്ലാതെയാക്കുക. അതാണ് ആ 2ാമത്തെ ലക്ഷ്യം. ഈ പട്ടിണി എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത്? ഭക്ഷ്യസുരക്ഷ മാത്രമല്ല, പോഷക സമൃദ്ധമായ ആഹാരം ലോകത്തിന് മുഴുവൻ കൊടുത്തുകൊണ്ട് വേണം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ എന്നാണ് ആ 2ാമത്തെ മില്ലേനിയം വികസന പദ്ധതി ലക്ഷ്യമിടുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴും പട്ടിണി ലോകത്തെ ഉലാത്തുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നല്ലേ? 2010 116 രാജ്യങ്ങളെ പട്ടിണിയുള്ള രാജ്യങ്ങളായിട്ട് ലോകത്തുണ്ടായിരുന്നുള്ളൂ. അന്ന് തയ്യാറാക്കിയ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ 42ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ യുക്രൈൻ യുദ്ധം, അതിനുശേഷമുണ്ടായ ഗാസ പാലസ്തീൻ വാർ, ഇതെല്ലാം കാരണം കൊണ്ട്, യുക്രൈൻ യുദ്ധം തന്നെ ഉപരോധവും മറ്റു പല പ്രശ്നങ്ങളും ലോകത്തുണ്ടാക്കി. ഭക്ഷ്യധാന്യങ്ങൾ ഇപ്പോൾ യുക്രൈൻ പോലെയുള്ള രാജ്യങ്ങൾ സ്വയം പര്യാപ്തത ഇല്ലാത്ത രാജ്യങ്ങൾക്ക് അതായത് വില മേടിക്കാതെയും വില മേടിച്ചും ഭക്ഷ്യധാന്യം കൊടുത്തിരുന്നു. UN വഴി ഫ്രീ ആയിട്ട് ഭക്ഷ്യധാന്യം കൊടുത്തിരുന്നു. അപ്പം യുക്രൈൻ യുദ്ധത്തിലായതോടെ അവിടുത്തെ ഭക്ഷ്യധാന്യ ഉൽപാദനം തകിടം മറിഞ്ഞു. അങ്ങനെ ആ സോഴ്സ് നിലച്ചു. റഷ്യയിൽ നിന്നുള്ള ഒഴുക്ക് നിലച്ചു. ഉപരോധം കാരണം പല രാജ്യങ്ങളിൽ നിന്നും ഈ പറയപ്പെട്ട അവികസിത പട്ടിണി രാജ്യങ്ങളിലേക്ക് ധാന്യം എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇങ്ങനെയൊക്കെ 2023 ആവുമ്പോഴത്തേക്കും ദാരിദ്ര്യ, അതായത് പട്ടിണിയുള്ള രാജ്യങ്ങളുടെ പട്ടിക 2010 116 ആയിരുന്നത് 125 വർദ്ധിക്കുന്നു. എന്ന് വെച്ചാൽ 9 രാജ്യങ്ങൾ കൂടി പട്ടിണിയുള്ള രാജ്യങ്ങളായി മാറി. അത് ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കാരണം കൊണ്ടാണ്, അതായത് യുദ്ധവും മറ്റതുപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. എന്ന് വെച്ചാൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ 2030 ആകുമ്പോഴത്തേക്കും പട്ടിണിയുള്ള രാജ്യങ്ങൾ ഒന്നും ഇല്ലാതാക്കുക എന്നാണ് ലക്ഷ്യമിടുന്നത് എങ്കിൽ 2023 ആയപ്പോഴത്തേക്കും അത് 125 വർദ്ധിച്ചു. 2010 116 ആയിരുന്നത് 2023 ആയപ്പോഴേക്കും 125 വർദ്ധിച്ചു. ഇന്ത്യയുടെ പൊസിഷനും അന്ന് ഞാൻ പറഞ്ഞല്ലോ, 2010 42ാം സ്ഥാനത്ത് നിന്ന ഇന്ത്യ 111ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. അതാണ് ഇന്ത്യയുടെ സ്ഥിതി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉപാധികൾ പാലിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല എന്ന് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റ് തീരുമാനിക്കുക. അതായത് കേരളം പോലെയുള്ള എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? എപ്പോഴും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ, ഇന്ത്യയിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഈ പ്രാവശ്യം ഇന്ത്യ ആഗോളതലത്തിൽ 142ാം റാങ്കിൽ നിൽക്കുകയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ. പക്ഷേ കേരളം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്താണെന്ന് ഓർക്കണം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ. അങ്ങനെയുള്ള ഒരു സംസ്ഥാനം ഇങ്ങനെ, അതായത് നമ്മൾ ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിഷ്കർഷകൾ പാലിക്കേണ്ടതില്ല ഉച്ചകഞ്ഞിയിൽ എന്ന് പറഞ്ഞാൽ അത് നമുക്കത് ഫലിതമായിട്ട് തോന്നുമോ, ക്രൂരതയായിട്ട് തോന്നുമോ? എന്തായാലും വിവേകശൂന്യമായ ഒരു തീരുമാനം. ഏതായാലും പ്രതിപക്ഷ നേതാവും മറ്റുള്ളവരും അതിലിടപെട്ട് തീർച്ചയായിട്ടും അതിന് മാറ്റം അത് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടാലും അത് ഒരു കാരണവശാലും അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതല്ല എന്ന് പറയും. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ സരൺ ഡിസ്ട്രിക്റ്റിലെ 23 കുട്ടികളുടെ മരണത്തിനിടയാക്കിയത്. അതുകൂടാതെ എത്രയോ സ്ഥലങ്ങളിൽ ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ അനുസരിച്ച് ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഉറപ്പില്ലാതെ തോന്നിയതുപോലെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലൊക്കെ ഭക്ഷ്യം പാചകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത് ഉണ്ടായ
ചില പ്രശ്നങ്ങളുണ്ട്. അത് എന്തൊക്കെയാ, പിന്നെ ആ കാര്യങ്ങളും പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചിരുന്നു ഗവൺമെന്റിന് മുൻപിൽ. അതായത് വെങ്ങാനൂർ LP സ്കൂൾ അടുത്ത കാലത്താണ് പ്രശ്നം ഉണ്ടായത്. അതുപോലെ കായംകുളത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പ്രശ്നം, അതും ഈ അടുത്ത കാലത്ത്. കോഴിക്കോട് കീഴ്പയ്യൂർ സ്കൂളില്, അതുപോലെ GV രാജാസ് സ്പോർട്സ് സ്കൂള്, GV രാജ സ്പോർട്സ് സ്കൂൾ എന്നൊക്കെ പറയുന്നത് കൊച്ചു കുട്ടികളുള്ള സ്കൂൾ അല്ലെന്ന് ഓർക്കണം, സ്പോർട്സ് കുട്ടികളുള്ള സ്ഥലമാണെന്ന് ഓർക്കണം. അതുപോലെ നെയ്യാറ്റിൻകര തത്തിയൂർ സ്കൂള്, ഇതുപോലുള്ള ഈ സ്കൂളുകളിലൊക്കെ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ തന്നെ ഈ വേണ്ടതുപോലെ ഫസൈ, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണ്ടീഷൻസ് പാലിക്കാതെ പാചകം ചെയ്ത് ആഹാരം കൊടുത്തതുകൊണ്ട് പല കുട്ടികൾക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്.